അപ്പോൾ ഫ്രണ്ട്സ്, 2 മാസം, രണ്ടല്ല ഏകദേശം 3 മാസത്തിന് ശേഷം ഞാൻ ഇന്നാണ് ആ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എൻ്റെ വ്ളോഗിൽ വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ദുബായിലെ എൻ്റെ ജോലിയുടെ അവസാനത്തെ ദിവസമാണ്. അപ്പം അതിൻ്റെ ഒരു ഫൈനൽ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കൊരു പ്രത്യേകതയുണ്ട്. 6 വർഷം മുമ്പ് ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്തപ്പോൾ എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത ആളാണ് വിൻസേട്ടാ. ഒരു ഹായ് പറഞ്ഞാൽ ഓക്കെ. ഡ്രൈവ് ചെയ്യുക, അതുകൊണ്ട് ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം എന്താണ് ഞാൻ ദുബായിൽ നിന്ന് പോകാൻ കാരണം എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴത്തേക്കിന് ഞാൻ ഞങ്ങളുടെ മെയിൻ ഓഫീസിന്റെ ഫ്രണ്ടിലെത്തി കാണും. അപ്പം നിങ്ങൾ കണ്ടിട്ട് പോവാ, അവിടെ കാണാം. പല നാളലഞ്ഞമരു യാത്രയിൽ ഹൃദയം. ഫ്രണ്ട്സ്, 6 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോകാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ തന്നെ ഞാൻ പലയിടത്തും ഞാൻ പറയും, എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ എൻഫീൽഡ് ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അത് ഒരു 6 വർഷത്തിന് മുമ്പുള്ള, അല്ലെങ്കിൽ 6ാം വർഷം ആ ഒരു പ്രവാസത്തിലേക്ക് വരുന്ന ആ സമയത്ത് ഭയങ്കര ആഗ്രഹം എൻഫീൽഡ് ഓടിക്കാൻ. പക്ഷേ ആ സമയത്ത് എനിക്ക് എൻഫീൽഡ് എടുക്കാൻ പറ്റില്ല. കാരണം ആ സമയത്ത് എൻഫീൽഡ് എടുക്കാനുള്ള പൈസയില്ല. കാരണം ഇൻ കേസ് പൈസ ആയാലും തന്നെ അത് വേറെ കുറേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തുള്ള ആഗ്രഹം ഈ 6 വർഷം ആയപ്പോഴത്തേക്കിന് ഇപ്പം എനിക്ക് എൻഫീൽഡ് മേടിക്കാൻ എനിക്ക് പറ്റും. പക്ഷേ എനിക്കിപ്പോൾ എൻഫീൽഡ് മേടിക്കണമെന്ന് ആഗ്രഹമില്ല. ആ സെയിം പോലെ തന്നെയാണ് എനിക്ക് ഇപ്പം എനിക്ക് കിട്ടേണ്ട സമയം പിന്നീട് കുറച്ച് പൈസ ഉണ്ടായിട്ട് കിട്ടിയ എന്ന് വെച്ചാൽ പൈസ ശരിക്കും നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറയാം, പൈസ കൊണ്ട് കാര്യമില്ല, സ്നേഹമാണ് വലുത്, അതായത് എന്നൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും പൈസ തന്നെ വേണം. പക്ഷേ എനിക്കിപ്പോൾ വേണ്ട ടൈം പിന്നീട് പൈസ കൊണ്ട് എനിക്ക് തിരിച്ച് കിട്ടത്തില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, ഞാൻ കല്യാണം കഴിച്ചത് സ്നേഹിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ഈ 3 വർഷമായി. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 2020 നവംബറിലാണ്. ഈ ഒക്ടോബർ ആയപ്പോഴത്തേനും കറക്റ്റ് 3 വർഷമായി. ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാനും വൈഫും കൂടെ ഒരുമിച്ച് താമസിക്കുക ഏകദേശം 3.5 മാസത്തോളമാണ്. അപ്പം അത് രണ്ടാമത്തെ ഒരു ഫാക്ടറാണ്. പിന്നെ മൂന്നാമത്തെ, അതാണ് ശരിക്കും ഒരു സൈക്കോ ഫാക്ടർ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു, UAE നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, നാട്ടിൽ പോയാൽ എന്ത് ചെയ്യാനാണ് എന്നുള്ള. ശരിക്കും നാട്ടിൽ ഞാൻ 3 വർഷം ജോലി ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് UAEക്കാട്ടിലും ഒന്നും കൂടി ഇഷ്ടം, എല്ലാവർക്കും അങ്ങനെയാണ്, പക്ഷേ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഈ 6 വർഷം നിന്നിട്ടും എനിക്ക് നാട്ടിലേക്ക് പോകാനാണ് ഇഷ്ടം. അത് എനിക്ക് അറിഞ്ഞൂടെ, ചിലപ്പോൾ കുറച്ച് പലരും പറയും നാട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും നിൻ്റെ കുറച്ചാളവിടെ നിന്നപ്പോഴത്തേനും മാറുമായിരിക്കുമെന്ന്. അറിയില്ല. ഇത് ശരിക്കും ഒരു ഭാഗ്യപരീക്ഷണം തന്നെയാണ്. ഇവിടെയുള്ള നല്ലൊരു ജോലി റിസൈൻ ചെയ്തിട്ടാണ് ശരിക്കും നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോയിട്ട് നാട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയതുപോലെ ഹുണ്ടായിൽ തന്നെ നിൽക്കാനാണ്. എനിക്കറിയില്ല അവിടെ കിട്ടുമോ എന്നുള്ളതെന്ന് അറിഞ്ഞൂടാ, പക്ഷേ നോക്കാം. പിന്നെ നാട്ടിൽ ചെന്നിട്ട് ബാക്കി നമ്മുടെ വീഡിയോസൊക്കെ എടുക്കണം. ശരിക്കും ദുബായിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട് ശരിക്കും ഒരു 1.5 വർഷമായിട്ടുള്ളെന്ന് തോന്നുന്നു. യെസ്, 1.5 വർഷം. ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി. ശരിക്കും അവർ കാരണമാണ് ഇവിടെ നിന്ന് ശരിക്കും ദുബായ് എന്താണെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ അതിന് ഫ്രണ്ട്സുകളുടെ അടുത്തല്ല എല്ലാവർക്കും ഒരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ ആൾക്കാർ, അല്ലെങ്കിൽ എസ്പെഷ്യലി എന്താ പറയുക, വീട്ടിൽ അമ്മ ഫുഡൊക്കെ വെച്ചിരുന്നായിരുന്നത് കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നവർക്ക് ശരിക്കും ഒരു പ്രവാസ ലോകത്തേക്ക് വരണം. ഇവിടെ വന്നാൽ അവർക്ക് പലതും പഠിക്കാൻ പറ്റും. നമുക്ക് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോയാൽ വളരെ മാന്യമായിട്ടായിരിക്കും. ഒരിക്കലും അമ്മച്ചി ഉണ്ടാക്കുന്ന ഫുഡിനെ ഒന്നും കുറ്റം പറയത്തില്ല. ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എല്ലാവരും നോർമലായിട്ട് ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ഒരു ബുദ്ധിമുട്ട് കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമായിരിക്കും കയറി വരുന്നത്. ഞാൻ അതെല്ലാം ശരിക്കും ഒരു ഡയറിയിൽ എഴുതി വെച്ച്, ഓരോ മാസത്തെ ഇപ്പോൾ കടത്തിൻ്റെ ആണെങ്കിലും എഴുതി വെച്ച് നോട്ട് ചെയ്ത് ആ മാസത്തെ തീർന്നു. അങ്ങനെ കറക്റ്റായിട്ട് ലൈനായിട്ട് നോട്ട് ചെയ്തിട്ടാണ് എൻ്റെ കടങ്ങൾ ഫുള്ള് തീർത്തത്. പലരിൽ നിന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെ തീർത്തു എന്നുള്ള കാര്യം. കാരണം ഇത്രയും നാളായി, നിൻ്റെ അത്രയും പോലും കടങ്ങളില്ല, എന്നിട്ട് പോലും എൻ്റെ കടങ്ങൾ തീർന്നിട്ടില്ല എന്ന് എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന്, പല ഫ്രണ്ട്സ് എന്നൊരു ഇതിന് പറഞ്ഞതാണ്, മാക്സിമം ഒരു 4 അല്ലെങ്കിൽ ഒരു 3 ഫ്രണ്ട്സ് അങ്ങനെ ചോദിച്ചാൽ അവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞാലാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഓരോന്നും ഞാൻ എഴുതി വെച്ചിട്ടാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ 1ാമത്തെ വർഷം മുതൽ വീട്ടിൽ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അഥവാ ഞാൻ എവിടെയെങ്കിലും ഒരിടത്ത് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 3 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ദീപയുണ്ടായിരുന്നു. അഥവാ ഇൻ കേസ് എന്തെങ്കിലും ഇടയ്ക്കൊരു ലാഗ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ലോൺ അടയ്ക്കാതെ വന്നാലോ, അവിടെ ചേച്ചിയും കൂടെ 2 പേരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പം ഇതെല്ലാം ചേർത്തതിന് ഇതിന് പുറമെ ഞാൻ എഴുതി വെച്ച് കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ കാണിച്ചത്, അതേപോലെയാണ്
തീർത്തത്. അപ്പം എല്ലാവരും ഈ ഒരു കണക്കില്ലാതെ വെച്ച് ചുമ്മാ മാസം ഇങ്ങനെ അടച്ചടച്ച് എത്ര ആയെന്ന് അറിയില്ല. അതിലും നല്ലത് ഇത് നല്ലൊരു കാര്യമാണ്. അങ്ങനെയാണ് ശരിക്കും ഞാൻ എൻ്റെ തീർത്തത് തന്നെ. പിന്നെ ഗിവ് മീ എ ഗുഡ് റീസൺ, ഞാൻ ദുബായിൽ നിന്ന് പോകാതിരിക്കാൻ ഉള്ളൊരു ഗുഡ് റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ കാണാൻ പറ്റും അതെന്താണെന്നുള്ളത്. അടുത്ത വ്ളോഗ് ദുബായിൽ തന്നെ ഒരു വ്ളോഗാണ്. അതിന് ശേഷമാണ് ശരിക്കും നാട്ടിലെ വീഡിയോസും എല്ലാം വരുന്നത്. ഫ്രണ്ട്സ്, ലാസ്റ്റ് ഡേ ഡ്യൂട്ടിക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇന്നും കൂടെ ഉള്ള എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡ്യൂട്ടി. ഇപ്പോൾ നമ്മുടെ ഷാനിയും കൃഷ്ണരാജ് ബ്രോയും റിനി അനിൽ ബ്രോയും സാക് ബ്രോയും എല്ലാവരും കൂടെ ഇന്നലെ പോയി ഗിഫ്റ്റ് മേടിച്ചു തന്നതാണ് ഈ ഷൂസ്. അപ്പം ഇന്ന് അതും കൂടി ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നാട്ടിൽ പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടിക്ക് തന്നെ ഇടാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒഫീഷ്യലി ലാസ്റ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ കേട്ടോ. ഫ്രണ്ട്സ്, ഇന്ന് 31 ഒക്ടോബറാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി ഡേറ്റ്. അപ്പോൾ ഇന്ന് എല്ലാവരുടെ അടുത്തും എനിക്ക് ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങണം. അപ്പം ഇപ്പം തന്നെ ലേറ്റാണ് ഓഫീസിൽ ഞാൻ പോകാനായിട്ട്. 10 മിനിറ്റ് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെല്ലട്ടെ, പെട്ടെന്ന് ചെല്ലട്ടെ. പാട്ടും വെച്ചിരിക്കുവോ? ഇത് ഞാൻ HR-ന് ഫോർവേഡ് ചെയ്യും വ്ളോഗ്. സബ്സ്ക്രൈബ് ചെയ്യാം. അയ്യോ, നല്ല പയ്യനാണ്. അതല്ലേ നേരിട്ട് ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയും 10 മിനിറ്റ് കൂടെയുള്ള എൻ്റെ ഒഫീഷ്യലായിട്ട് ദുബായിലെ ഡ്യൂട്ടി ടൈം. അപ്പോൾ ഈ ഫ്രെയിമിൽ നിൽക്കുന്ന ഇത്രയും പേരോടാണ് ഏകദേശം 6 വർഷം അല്ലെങ്കിൽ 5 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ 5 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എല്ലാം ഫിനിഷ് എന്ന് വെച്ചാൽ ദുബായിലെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി ഇവരെ നാട്ടിൽ വെച്ച് കാണാൻ പറ്റും. ഏകദേശം എല്ലാവരും പത്തനംതിട്ട തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. വേറൊന്നും ഈ സമയത്ത് വലിയതായിട്ട് പറയാനും കിട്ടുന്നില്ല. ഈ അവസാനത്തെ മൊമെന്റ് ആയത്. പല നാളലഞ്ഞ മരു യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുമ്പിലി തളാർന്നു നീ നിൽക്കയോ, നിൽക്കയോ. ഒരു ദിവസം കൂടെയുള്ള എൻ്റെ കയ്യിൽ പാക്ക് ചെയ്യാനും കാര്യത്തിനും. അപ്പം കഴിഞ്ഞ ദിവസം ഇട്ട ഡ്രസ്സെല്ലാം കൂടെ ഞാനെടുത്ത് അലക്കാൻ ഇട്ടിട്ടുണ്ട്. അവിടെ കുറേ സാധനങ്ങളൊക്കെ അലമാരിക്കാതിരിക്കുന്നതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ബാഗിനകത്താക്കി കയറണം. മറ്റേ ലീവിന് പോകുന്ന പോലെ അല്ലല്ലോ. ഇപ്പം ഇതെല്ലാം കൂടെ ഇനി ഫിനിഷ് ആക്കിയിട്ട് പോകണം. തുണിയും കുറച്ച് സാധനങ്ങളും ഇതൊക്കെ പിന്നെ നൊക്ലാച്ചി ആയതുകൊണ്ട് ഞാൻ എടുക്കും കേട്ടോ. അതായത് ഈ എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ അയച്ച കുറച്ച് പൈസയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിന്നീട് കുറച്ച് നാൾ കാണുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ഒരു നൊക്ലാച്ചി അടിച്ചാലോ. ദുബായിലെ എൻ്റെ മൊത്തം ജീവിതത്തിൽ ഈ ബാഗിന് 6 വർഷത്തെ ജീവിതത്തിൽ ഈ ബാഗിനകത്തുള്ള സാധനമേ ശരിക്കും എനിക്കുള്ളെന്ന് തോന്നുന്നു കേട്ടോ. വേറെ പെട്ടിക്കണക്കിന് സാധനങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ കൊച്ചു പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത്രയും മുട്ടായാണ് ഞാൻ മേടിച്ചേക്കുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് സ്നിക്കേഴ്സും ഈ സാധനവും ഈ ബൗണ്ടി ഇത് ഞാനും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് എനിക്കും കൂടെ ഒന്ന് കഴിച്ച് നോക്കണം. പിന്നെ കിറ്റ്കാറ്റിൻ്റെ ഇത്, പിന്നെ ഗാലക്സി, ഇത്ര ഐറ്റം മേടിച്ചിട്ടുള്ളൂ. അല്ല ഞാൻ തൂക്കി മേടിച്ചിട്ടില്ല. ബാക്കിയും കൂടെ കുറച്ചും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. A few moments later. പാക്കിംഗ് എല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനിയൊന്നുമില്ല. മലർമഞ്ഞു വീണവന വീതിയിൽ ഇടയന്റെ പാട്ടു കാതോർക്കവേ, ഒരു പാഴ്ക്കിനാവിൽ ഉരുകുന്നൊരെൻ്റെ മനസ്സിൻ്റെ പാട്ടു കേട്ടു, മനസ്സിൻ്റെ പാട്ടു കേട്ടു. ഫ്രണ്ട്സ്, നമ്മളിനി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പുറത്തേക്കുള്ള വഴിയുടെ അടുത്ത് നിൽക്കുക. പക്ഷേ നമ്മളിവിടെ നിന്ന് പോകുന്ന വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കണം. അങ്ങനെ ഫുള്ള് രജിസ്ട്രേഷൻ കൂടെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് പുറത്ത് പോകാൻ പറ്റും.
ഫ്രണ്ട്സ്, ഇൻ്റർനാഷണൽ ഒരു എയർപോർട്ടായിട്ടും ഇവിടുത്തെ ഒരു വേസ്റ്റ് സിസ്റ്റം, നമ്മൾ ഇത്രയും ഈ പാസഞ്ചേഴ്സ് ഇവിടെ വന്നിട്ട് ഇവിടെ 2 പേരേ ഉള്ളൂ ഇത് ഫില്ല് ചെയ്യാൻ. ഒരാൾക്ക് 15 മിനിറ്റ് മിനിമം വെച്ചെടുക്കുന്നുണ്ട്. ഞങ്ങൾ 4:00 വന്നു, ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. എന്ത് ചെയ്യും എന്തോ. പുറത്ത് പയ്യൻ 4 മണിക്ക് വന്ന് വെയിറ്റ് ചെയ്യുക, 4:30. എല്ലാവർക്കും കംപ്ലൈന്റ് ആണ്. ആർക്കാ കംപ്ലൈന്റ്? നമുക്ക് വീട്ടിൽ പോകണ്ടേ? ഇന്നലെ ഇറങ്ങിയതാണ് സാർ. ഇവിടേക്ക് സാറേ ഒരു കൈ അകലത്തിൽ ബാക്ക് ചെയ്തു സാർ. ഒരു കൈ പിന്നെ എനിക്ക് എന്തോ സാറേ ഞാനത് പറഞ്ഞു കാണില്ല. ശരിയാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഇത് ഫോട്ടോ എടുത്തിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നവർ മൊത്തം അഡ്രസ്സ് എടുത്തിട്ട് എല്ലാവർക്കും പെറ്റി കിട്ടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ സിസ്റ്റം ഉണ്ട്. 2 പേര് വെച്ച് സ്റ്റാഫിനെ എങ്ങനെയാണ്? അതന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നവർ ആ സാറ് നല്ല സ്റ്റാഫിനെ അത് തന്നെ സാറേ. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റാഫിനെ വേണം. സാർ ഇന്നലെ മുതൽ കിടന്ന് പറയും 10 പേരുള്ളതായിരുന്നു. അവർ സബ് കളക്ടറിൻ്റെ ഓഫീസിൽ ഇതെന്നെ കാര്യം ഞങ്ങൾ ഇന്നലെ ഞാൻ ചാർജ് ഓഫീസർ എന്നോട് സംസാരിക്കണം. ഇതൊരു ഇന്റർനാഷണൽ എയർപോർട്ടല്ലേ സാർ? അവിടെ കമ്പ്യൂട്ടർ ഇവിടെ ജോലി എടുക്കുന്നത് സാറേ, സാറ് തന്നെ ഇരിക്കാമോ പ്ലീസ്? സാറേ കസേരയൊക്കെ എന്തിനാണ് ഇത്രയും പേരെ കിടന്ന് സംസാരിക്കണം സാറേ? അതാണല്ലോ ഞങ്ങൾ നേരെ നിൽക്കാം. ഞങ്ങളിവിടെ നേരെ നിൽക്കാം. സാർ ആ സിസ്റ്റത്തിലൊന്നും ഇരിക്കാൻ പറ്റുമോ? ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് അല്ല. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് പോലീസിനോട് തർക്കിച്ച് കയറണ്ടല്ലോ. ഞങ്ങൾ തർക്കിക്കുക സാറേ. ഞങ്ങൾ പറയട്ടെ സാറേ, ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന തമ്മിൽ ഒരു കറക്റ്റായിട്ടൊരു സിസ്റ്റം ഉണ്ട്. ഇതൊരു ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇദ്ദേഹം ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ ഞാൻ കോളേജിലെ പ്രൊഫസറാണ്. നിങ്ങൾ ആദ്യം മനസ്സിലായി കാണുമല്ലോ. ഈ ഇരിക്കുന്നവരെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന് ഇരിക്കുന്ന ഡെപ്യൂട്ടേഷൻ ഒന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലല്ല അദ്ദേഹം മനസ്സിലായോ? നിങ്ങളുടെ നമുക്കിവിടെ സിസ്റ്റം ഉണ്ടല്ലോ സാറേ. അത് മനസ്സിലായി. അതെനിക്ക് അത് മനസ്സിലായി. അതിനുള്ള സ്റ്റാഫ് ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ മാസ്ക് ഇടും. ആദ്യം മാസ്ക് ഇട്ട് സംസാരിക്കും. ആദ്യം മാസ്ക് ഇടും. നിങ്ങൾ ഒരു കുറച്ച് നേരം കൂടെ ഒരു 10-15 മിനിറ്റ് കേസ് ആകുമ്പോൾ അവിടെ ലേഡീസ് മാറുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആയിക്കോട്ടെ. ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്താ ഇനി ആ ഫ്ലൈറ്റ് രാത്രിയിൽ ഇറങ്ങുള്ളൂ നമുക്കറിയാം. ഓക്കെ. അങ്ങനെയല്ലല്ലോ. അങ്ങനത്തെ ഉദ്ദേശം ചെയ്യരുതറിയാം കേട്ടോ. നിങ്ങളുടെ എത്ര പെട്ടെന്ന് സേഫായിട്ട് പോകാനാണ് നമ്മൾ നോക്കുന്നത്. അത് നിങ്ങൾ റവന്യൂ വിളിച്ച് ചോദിച്ചോളൂ എന്തിനാണ് ചേർത്തേക്കണമെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഭായി ഒന്നും പറയണ്ട. ഇത്രയും വേസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയില്ലേ? ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഞാൻ എൻ്റെ വണ്ടി വന്നപ്പോൾ ശരി. ഓക്കെ, ശരി. എത്ര രൂപയായി ഇത്? 100? സോ ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി എയർപോർട്ടിൽ 2-3 മണിക്കൂർ പോസ്റ്റായി. തിരിച്ച് നല്ല ട്രിവാൻഡ്രത്ത് നിന്ന് പത്തനംതിട്ട വരെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെ ക്വാറന്റൈൻ സെന്ററിൽ എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ ഇപ്പോൾ റൂമിലെത്തി. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുതന്ന്. ഫുഡ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് വൈകിട്ടല്ലേ വന്നു. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന്. അപ്പം ഇന്ന് മുതൽ എൻ്റെ ക്വാറന്റൈൻ ഇവിടെ ആരംഭിക്കുകയാണ്. വീട് തൊട്ടടുത്ത് തന്നെയാണ്. ശരിക്കും ദുബായിലിരിക്കുമ്പോൾ ഇത്രയും സങ്കടമില്ല. വീട് ഇത്രയും അടുത്തായിട്ടും വീട്ടിൽ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുള്ളൂ.
അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നാളെ രാവിലെ കാണാം. ഞാൻ ഇനിയും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ ഇടന്ന് നോക്കിയിട്ട് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ നാളെ രാവിലെ കാണാം. ബൈ ഫ്രണ്ട്സ്. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ വീട് അടുത്താണ്. അമ്മച്ചി എനിക്ക് പൊതിച്ചോറ് കൊടുത്തു വിട്ട് രാത്രിയിലത്തേക്ക് കഴിക്കാൻ. ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. ഓ ടേസ്റ്റ് എന്ന് പറഞ്ഞോണ്ടല്ലോ, ഈ നമ്മൾ പറയത്തില്ലയോ പൈസ കൊടുത്താൽ ഇത്രയും ടേസ്റ്റ് ചിലപ്പോൾ പുറത്തുനിന്ന് കിട്ടത്തില്ലായിരിക്കും എന്ന്. അതെനിക്ക് വിശന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ ഫസ്റ്റ് ആ ഒരു ചൂരയും എന്താ ഇവിടെ ചൂട ഇരിപ്പുണ്ട്. ചൂടയും പിന്നെ ഇത് മോരുകറിയാണ്. ആ മോരുകറിക്ക് മാത്രം തന്നെ നല്ല ടേസ്റ്റാണ്. മോരുകറിയും ഇതാ ബീട്രൂട്ടും ഇത്രയും കൂടെ വെച്ചിട്ടേ ഇതാ കിട്ടില്ല മോനെ ടേസ്റ്റ് സൂപ്പർ. എന്തായാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഈ ദിവസം ഇവിടെ സെൻഡ് ചെയ്യണം. കാരണം ഇനി അടുത്ത ദിവസം മുതൽ നമുക്ക് ക്വാറന്റൈൻ്റെ വിശേഷങ്ങൾ കാണാനുണ്ട്. അതിനു മുമ്പ് ദുബായിലെ ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പ് കൂടിയുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം റിലീസ് ചെയ്യും. അപ്പം അത് കണ്ടിട്ട് നമുക്ക് ക്വാറന്റൈൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.